നമസ്കാരം. മിഡിൽ ഈസ്റ്റ് വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം തലക്കെട്ടുകളിലേക്ക്. UAE-യിൽ ഗതാഗത നിയമലംഘനങ്ങൾ വർദ്ധിക്കുന്നതായി കണക്ക്. കഴിഞ്ഞ വർഷം 20 ലക്ഷത്തിലേറെ റോഡ് ഗതാഗത നിയമലംഘനങ്ങൾ നടന്നതായി കണ്ടെത്തൽ. ആഭ്യന്തര മന്ത്രാലയം കണക്ക് പുറത്തുവിട്ടത് ജനങ്ങളെ ബോധവൽക്കരിക്കാൻ. രാജ്യത്ത് ഭിക്ഷക്കാരുടെ എണ്ണം വർദ്ധിക്കുന്നത് തടയാൻ നടപടിയുമായി കുവൈറ്റ്. ഭിക്ഷാടനം നടത്തിക്കൊണ്ടിരുന്ന അറബ് ഏഷ്യൻ വംശജരെയും തെരുവ് കച്ചവടക്കാരെയും അറസ്റ്റ് ചെയ്ത് സുരക്ഷാ സേന. പാകിസ്ഥാൻ അടക്കമുള്ള 41 രാജ്യങ്ങളിലെ പൗരന്മാർക്ക് യാത്രാവിലക്ക് ഏർപ്പെടുത്താൻ അമേരിക്ക. തീരുമാനം രാജ്യസുരക്ഷ കണക്കിലെടുത്ത്. കാനഡ അമേരിക്കയുടെ ഭാഗമാകണമെന്ന ട്രംപിന്റെ വാദം അസംബന്ധമെന്ന് പുതിയ പ്രധാനമന്ത്രി മാർക്ക് കാർണി. സർക്കാരിന്റെ നിർമ്മാണ കരാറുകളിൽ മുസ്ലിം സംവരണത്തിനുള്ള ഉത്തരവുമായി കർണാടക. 4% സംവരണം ഏർപ്പെടുത്താനുള്ള നിയമ ഭേദഗതിക്ക് മന്ത്രിസഭയുടെ അംഗീകാരം. കളമശ്ശേരി പോളിടെക്നിക് കഞ്ചാവ് കേസിൽ പൂർവ്വ വിദ്യാർത്ഥികളായ ആഷിഖും ഷാലിഖും അറസ്റ്റിൽ. കേസിൽ നിർണായകമായത് പ്രിൻസിപ്പാളിന്റെ ഇടപെടൽ. യൂണിയൻ ജനറൽ സെക്രട്ടറി അഭിരാജിനെ പുറത്താക്കി SFI. സംസ്ഥാനത്തേക്ക് വൻതോതിൽ ലഹരി എത്തിച്ച നൈജീരിയൻ സ്വദേശിയെയും ത്രിപുര സ്വദേശിയെയും ബംഗളൂരുവിൽ നിന്ന് പിടികൂടി വയനാട് പോലീസ്. കോഴിക്കോട് ലഹരിമരുന്ന് കേസിൽ അറസ്റ്റിലായ ടാൻസാനിയൻ വിദ്യാർത്ഥികളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് മലയാളികളിൽ നിന്ന് പണം എത്തിയതിൽ അന്വേഷണം. വിശദമായ വാർത്തകൾ നോക്കാം. വാഹനമോടിക്കുമ്പോൾ നിയമം പാലിക്കേണ്ടതിന്റെ ആവശ്യകത ബോധ്യപ്പെടുത്തുന്ന കണക്കുകളുമായി UAE ആഭ്യന്തര മന്ത്രാലയം. കഴിഞ്ഞ വർഷം ദുബായ് എമിറേറ്റിൽ നടത്തിയ റഡാർ പരിശോധനയിൽ 20 ലക്ഷത്തിലേറെ റോഡ് ഗതാഗത നിയമലംഘനങ്ങൾ കണ്ടെത്തിയതായി മന്ത്രാലയം അറിയിച്ചു. വാഹനയാത്രക്കാരുടെയും കാൽനടക്കാരുടെയും സുരക്ഷിതത്വം ഉറപ്പാക്കാൻ നിയമങ്ങൾ പാലിക്കേണ്ടതിന്റെ ആവശ്യകത ബോധ്യപ്പെടുത്തുന്നതാണ് കണക്കുകളെന്നും മന്ത്രാലയം വിശദീകരിക്കുന്നു. ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച റോഡ് ശൃംഖലയുള്ള നഗരങ്ങളിൽ ഒന്നാണ് ദുബായ്. ഗതാഗത നിയമങ്ങൾ പാലിക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്താൻ അത്യാധുനിക നിരീക്ഷണ സംവിധാനങ്ങളാണ് ദുബായിലൊട്ടാകെ സജ്ജമാക്കിയിട്ടുള്ളത്. ദുബായിലെ നിരത്തുകളിൽ സ്ഥാപിച്ചിട്ടുള്ള അത്യാധുനിക റഡാർ പരിശോധനയിലൂടെ കണ്ടെത്തിയ നിയമലംഘനങ്ങളുടെ കണക്കുകളാണ് UAE ആഭ്യന്തര മന്ത്രാലയം പുറത്തുവിട്ടത്. കഴിഞ്ഞ വർഷം ദുബായ് എമിറേറ്റിൽ 20,70,338 നിയമലംഘനങ്ങൾ റഡാർ പരിശോധനയിലൂടെ കണ്ടെത്തിയെന്ന് കണക്കുകൾ സൂചിപ്പിക്കുന്നു. റോഡ് നിയമങ്ങൾ പാലിച്ച് വാഹനം ഓടിക്കേണ്ടതിന്റെ പ്രാധാന്യം വ്യക്തമാക്കുന്നതാണ് ഈ കണക്കുകൾ. അശ്രദ്ധമായി പെട്ടെന്ന് റോഡ് ലൈൻ മാറിയതിലൂടെ 676 അപകടങ്ങൾ ഉണ്ടായതായി റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. വേണ്ടത്ര അകലം പാലിക്കാതെ വാഹനങ്ങൾ ഓടിച്ചതുകൊണ്ട് 518 അപകടങ്ങളുണ്ടായി. അനുവദനീയമായതിലും 30 കിലോമീറ്റർ വേഗതയിൽ വാഹനങ്ങൾ ഓടിച്ചതായി റഡാർ പരിശോധനയിൽ രേഖപ്പെടുത്തിയത് 20 ലക്ഷത്തിലേറെ സംഭവങ്ങൾ. പാർക്കിംഗ് നിയമം പാലിക്കാത്തതിന്റെ പേരിലുള്ള നിയമലംഘനങ്ങൾ 1.5 ലക്ഷത്തിലേറെ. റെഡ് സിഗ്നൽ മറികടന്ന നിയമലംഘനങ്ങൾ 34,000-ലേറെയാണ്. സീറ്റ് ബെൽറ്റ് ധരിക്കാതെ വാഹനം ഓടിക്കുക, ഡ്രൈവിംഗിനിടയിൽ മൊബൈൽ ഉപയോഗിക്കുക, ഗതാഗതം തടസ്സപ്പെടുത്തുന്ന രീതിയിൽ വാഹനങ്ങൾ നിർത്തുക തുടങ്ങി അനുവദനീയമല്ലാത്ത സ്ഥലങ്ങളിലൂടെ റോഡ് മുറിച്ചു കടക്കുന്നതുവരെയുള്ള നിരവധി റോഡ് ഗതാഗത നിയമലംഘനങ്ങളാണ് റഡാർ പരിശോധനയിൽ കണ്ടെത്തിയത്. റോഡ് സുരക്ഷ ഉറപ്പുവരുത്തുന്നതിനായി ശക്തമായ ബോധവൽക്കരണ പരിപാടികളാണ് ദുബായ് പോലീസിന്റെ ട്രാഫിക് വിഭാഗം നടപ്പാക്കുന്നത്. അമൃത ന്യൂസ്, ദുബായ്. UAE-യിൽ ലഹരി ഉപയോഗിച്ച് വാഹനമോടിച്ച് അപകടമുണ്ടാക്കിയാൽ വൻപിഴ ശിക്ഷയും തടവും അനുഭവിക്കേണ്ടി വരും. ഗതാഗത നിയമലംഘനങ്ങൾക്ക് കനത്ത ശിക്ഷ ഉറപ്പാക്കുന്ന നിയമ ഭേദഗതികൾ ഈ മാസം 29 മുതൽ നിലവിൽ വരും. ലഹരി ഉപയോഗിച്ചുകൊണ്ടുണ്ടാക്കുന്ന അപകടങ്ങളിൽ പൊതുമുതൽ നശിപ്പിക്കപ്പെട്ടാലും പിഴയൊടുക്കേണ്ടി വരും. കേടുപാടുകളുള്ള വാഹനങ്ങൾ നിരത്തിലിറക്കുന്നതും അനുമതിയില്ലാതെ വാഹനങ്ങളുടെ നിറം, ശബ്ദം എന്നിവ മാറ്റം വരുത്തുന്നതും നിയമവിരുദ്ധമാണ്. സാധുതയില്ലാത്ത ലൈസൻസ് ഉപയോഗിച്ച് വാഹനങ്ങൾ ഓടിച്ചു പിടിക്കപ്പെട്ടാൽ 10,000 ദിർഹം പിഴയും 3 മാസം തടവുമാണ് ശിക്ഷ. അപകടമുണ്ടാക്കി നിർത്താതെ പോകുന്നതിന് 2 വർഷം വരെ തടവും 1 ലക്ഷം ദിർഹം വരെ പിഴയും ലഭിക്കാവുന്ന കുറ്റകൃത്യമാണ്. ഭീതിപ്പെടുത്തുന്ന രീതിയിൽ വാഹനമോടിക്കുക, പിടിക്കപ്പെട്ടാൽ കൃത്യമായ വിവരങ്ങൾ നൽകാതിരിക്കുക, പോലീസ് പരിശോധനയിൽ നിന്നും ഒളിച്ചോടുക എന്നിവയും അനുമതിയില്ലാത്ത സ്ഥലങ്ങളിൽ റോഡ് മുറിച്ചു കടക്കുന്നതുമൊക്കെ UAE-യിൽ ഇനി മുതൽ കനത്ത ശിക്ഷ ലഭിക്കാവുന്ന കുറ്റകൃത്യങ്ങളാണ്. കുവൈറ്റിൽ പള്ളികൾക്കും മാർക്കറ്റുകൾക്കും മുന്നിൽ ഭിക്ഷാടനം നടത്തിക്കൊണ്ടിരുന്ന അറബ് ഏഷ്യൻ വംശജരെയും തെരുവ് കച്ചവടക്കാരെയും അറസ്റ്റ് ചെയ്തു. 11 ഭിക്ഷാടകരെയും തെരുവ് കച്ചവടം നടത്തിയതിന് 15 പേരെയുമാണ് അറസ്റ്റ് ചെയ്തത്. രാജ്യത്ത് ഭിക്ഷാടനക്കാരുടെ എണ്ണം വർദ്ധിക്കുന്നത് തടയാൻ സുരക്ഷാ സേന വലിയ പരിശ്രമമാണ് നടത്തുന്നത്. റമദാൻ മാസത്തിൽ വർദ്ധിക്കുന്ന
ഭിക്ഷാടന പ്രതിഭാസം ഇല്ലാതാക്കാനുള്ള തുടർച്ചയായ സുരക്ഷാ ശ്രമങ്ങളുടെ ഭാഗമായും എല്ലാ നെഗറ്റീവ് പ്രതിഭാസങ്ങളെയും ചെറുക്കുവാനുള്ള പ്രധാനമന്ത്രി ഷെയ്ഖ് ഫഹദ് അൽ യൂസഫിന്റെ നിർദ്ദേശങ്ങൾക്ക് അനുസൃതമായാണ് ഈ നടപടി. അറസ്റ്റിലായവർ ചിലർ വിസിറ്റ് വിസയിലോ ഫാമിലി റെസിഡൻസ് പെർമിറ്റിലോ രാജ്യത്ത് പ്രവേശിച്ചവരാണെന്നും മറ്റു ചിലർ സ്ഥിരമായ തൊഴിലില്ലാതെ ഫ്രീ വിസ എന്നറിയപ്പെടുന്ന ലൂസ് വർക്കേഴ്സായി രാജ്യത്ത് പ്രവേശിച്ചവരാണെന്നുമാണ് കണ്ടെത്തിയിട്ടുള്ളത്. ആഭ്യന്തര മന്ത്രാലയത്തിലെ പബ്ലിക് റിലേഷൻസ് ആൻഡ് സെക്യൂരിറ്റി മീഡിയ ഡിപ്പാർട്ട്മെന്റ് അറിയിച്ചതാണിത്. നിയമവിരുദ്ധമായ രീതിയിൽ ഇവരുടെ റിക്രൂട്ട്മെന്റ് സുഗമമാക്കിയ കമ്പനികൾക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും ആഭ്യന്തര വകുപ്പ് അറിയിച്ചു. സർക്കാരിന്റെ കർശന പരിശോധനയുടെ ഭാഗമായി നിരവധി പേരെയാണ് സുരക്ഷാ ഉദ്യോഗസ്ഥർ പിടികൂടുന്നത്. എങ്കിലും റംസാൻ മാസത്തിൽ രാജ്യത്ത് ഇത്തരത്തിൽ പ്രവേശിക്കുന്നവരുടെ എണ്ണത്തിൽ വലിയ കുറവൊന്നുമില്ല. അനിൽ കെ നമ്പ്യാർ, അമൃത ന്യൂസ്, കുവൈറ്റ്. UAEയുടെ ആദ്യത്തെ സിന്തറ്റിക് അപ്പർച്ചർ റഡാർ സാറ്റലൈറ്റായ എത്തിഹാദ് സാറ്റ് വിജയകരമായി വിക്ഷേപിച്ചു. കാലിഫോർണിയയിലെ വാൻഡൻബർഗ് സ്പേസ് ഫോർസ് ബേസിൽ നിന്നും UAE സമയം രാവിലെ 10:30 വിക്ഷേപണം. ഫാൽക്കൺ 9 റോക്കറ്റിലാണ് സാറ്റലൈറ്റ് ഭ്രമണപഥത്തിൽ എത്തിച്ചത്. ഉപഗ്രഹത്തിൽ നിന്നുള്ള ആദ്യ സിഗ്നൽ ഉച്ചയ്ക്ക് ശേഷം 12:04 ലഭിച്ചുവെന്ന് ദുബായ് മുഹമ്മദ് ബിൻ റാഷിദ് സ്പേസ് സെന്റർ അറിയിച്ചു. സിന്തറ്റിക് അപ്പർച്ചർ റഡാർ ഇമേജിംഗ് സാങ്കേതിക വിദ്യ പ്രയോജനപ്പെടുത്തുന്ന UAEയുടെ ആദ്യത്തെ ഉപഗ്രഹമാണ് എത്തിഹാദ് സാറ്റ്. ഏത് കാലാവസ്ഥയിലും വ്യക്തതയുള്ള ചിത്രങ്ങൾ നൽകാൻ സാധിക്കുന്ന എത്തിഹാദ് സാറ്റ് ഉപഗ്രഹം ഭൗമ നിരീക്ഷണ ശേഷി വർദ്ധിപ്പിക്കുമെന്നും പുതിയ ബഹിരാകാശ ദൗത്യങ്ങൾ ഏറ്റെടുക്കാനുള്ള UAEയുടെ പ്രതിബദ്ധതയാണ് പ്രതിഫലിപ്പിക്കുന്നത് എന്നും മുഹമ്മദ് ബിൻ റാഷിദ് സ്പേസ് സെന്റർ വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. സുരക്ഷ മുൻനിർത്തി 41 രാജ്യങ്ങളിലെ പൗരന്മാർക്ക് യാത്രാവിലക്ക് ഏർപ്പെടുത്താൻ US ഭരണകൂടം 3 വ്യത്യസ്ത ഗ്രൂപ്പുകളിലായി തിരിച്ചാണ് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുക. പട്ടികയിൽ പാകിസ്ഥാനും ഉൾപ്പെടും. ഡൊണാൾഡ് ട്രംപ് അധികാരമേറ്റെടുത്തതോടെ നിരവധി മാറ്റങ്ങളാണ് രാജ്യത്ത് ഏർപ്പെടുത്തുന്നത്. പുതിയ റിപ്പോർട്ട് അനുസരിച്ച് ട്രംപ് ഭരണകൂടം യാത്രാവിലക്ക് പ്രഖ്യാപിക്കാൻ ഒരുങ്ങുകയാണ്. 41 രാജ്യങ്ങളിലെ പൗരന്മാർക്കാണ് യാത്രാ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നത്. അഫ്ഗാനിസ്ഥാൻ, ക്യൂബ, ഇറാൻ, ലിബിയ, ഉത്തര കൊറിയ, സൊമാലിയ, സുഡാൻ, സിലിയ, വെനസ്വേല, യമൻ തുടങ്ങിയ രാജ്യങ്ങൾ റെഡ് ലിസ്റ്റിലാണ്. ഈ രാജ്യങ്ങളിലെ പൗരന്മാർക്ക് വിസ നൽകുന്നത് പൂർണ്ണമായും നിർത്തലാക്കും. ഓറഞ്ച് ഗ്രൂപ്പിൽ ഉൾപ്പെട്ട എറിത്രിയ, ഹെയ്ത്തി, ലാവോസ്, മ്യാൻമർ, ദക്ഷിണ സുഡാൻ എന്നീ രാജ്യങ്ങളിലെ പൗരന്മാർക്ക് US യാത്രാ നിയന്ത്രണം ഏർപ്പെടുത്തും. ഈ രാജ്യങ്ങളിൽ നിന്നുള്ള ബിസിനസ്സുകാർക്ക് US വിസ അനുവദിക്കും. എന്നാൽ ടൂറിസം, വിദ്യാഭ്യാസം എന്നിവയ്ക്ക് എത്തുന്നവർക്ക് നിയന്ത്രണം ഏർപ്പെടുത്തും. മൂന്നാം ഗ്രൂപ്പിൽ പാകിസ്ഥാൻ, ബെലാറസ്, ഭൂട്ടാൻ അടക്കമുള്ള 26 രാജ്യങ്ങളാണ് ഉള്ളത്. 60 ദിവസത്തിനുള്ളിൽ പോരായ്മകൾ പരിഹരിക്കാൻ സർക്കാരുകൾ തയ്യാറായില്ലെങ്കിൽ ഈ രാജ്യങ്ങളിലെ പൗരന്മാരുടെ വിസ ഭാഗികമായി റദ്ദാക്കുമെന്നാണ് മുന്നറിയിപ്പ്. മുസ്ലിം ഭൂരിപക്ഷമുള്ള 7 രാജ്യങ്ങളിൽ നിന്നുള്ള യാത്രക്കാർക്ക് ട്രംപിന്റെ ആദ്യ ടേമിൽ വിലക്ക് ഏർപ്പെടുത്തിയിരുന്നു. ട്രംപിന്റെ നടപടി 2018 സുപ്രീം കോടതി ശരിവയ്ക്കുകയും ചെയ്തു. എന്നാൽ പിന്നീട് ബൈഡൻ സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ ട്രംപിന്റെ ഉത്തരവ് പിൻവലിക്കുകയായിരുന്നു. ന്യൂസ് ഡെസ്ക്, അമൃത TV. മാർക്ക് കാർണി ഇനി കാനഡയെ നയിക്കും. പുതിയ പ്രധാനമന്ത്രിയായി അധികാരമേറ്റു. അമേരിക്കയുമായുള്ള വ്യാപാര സംഘർഷങ്ങൾ നിലനിൽക്കുന്ന സമയത്താണ് കാർണിയുടെ രാഷ്ട്രീയത്തിലേക്കുള്ള ചുവടുവയ്പ്. ഇതോടെ ജസ്റ്റിൻ ട്രൂഡോയുടെ 10 വർഷക്കാല ഭരണത്തിനാണ് അവസാനമാകുന്നത്. കാനഡയുടെ 24ാമത് പ്രധാനമന്ത്രിയാണ് മാർക്ക് കാർണി. ലിബറൽ പാർട്ടി നേതാവും പ്രധാനമന്ത്രിയുമായിരുന്ന ജസ്റ്റിൻ ട്രൂഡോ തന്റെ രാജി പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് പിൻഗാമിയായി കാർണിയുടെ വരവ്. ഒട്ടാവയിലെ പാർലമെന്റ് സമുച്ചയത്തിൽ നടന്ന സ്ഥാനാരോഹണ ചടങ്ങിൽ ഗവർണർ ജനറൽ മേരി സൈമൺ അധ്യക്ഷത വഹിച്ചു. മുൻ പ്രധാനമന്ത്രിമാർ, രാജ്യത്തെ പ്രമുഖ രാഷ്ട്രീയ നേതാക്കളെല്ലാം ചടങ്ങിൽ പങ്കെടുത്തു. എന്നാൽ രാജിവെച്ച ജസ്റ്റിൻ ട്രൂഡോ ചടങ്ങിനെത്തിയില്ല എന്നത് ശ്രദ്ധേയമായി. Mark Carney, je jure fidélité et sincère allégeance à Sa Majesté le roi Charles III, roi de Canada, à ses héritiers et successeurs. തെരഞ്ഞെടുപ്പിൽ മുൻ ധനമന്ത്രി ക്രിസ്റ്റിയ ഫിൻലാൻഡിനെയാണ് കാർണി പരാജയപ്പെടുത്തിയത്. പോൾ ചെയ്ത 1,50,000-ലധികം വോട്ടുകളിൽ 86% നേടിയായിരുന്നു കാർണിയുടെ ജയം. കാർണി മന്ത്രിസഭയിൽ 24 അംഗങ്ങളാണ് ഉള്ളത്. 2 ഇന്ത്യൻ വംശജരും മന്ത്രിസഭയിലുണ്ട്. അനിത ആനന്ദ് മിനിസ്ട്രി ഓഫ് ഇന്നൊവേഷൻ ശാസ്ത്ര വ്യവസായ മന്ത്രിയാകും. കമൽ ഖേര ആരോഗ്യമന്ത്രിയാകും. ലിബറൽ പാർട്ടി നേതാവായി തെരഞ്ഞെടുക്കപ്പെട്ടതിന് പിന്നാലെ മാർക്ക് കാർണി സമൂഹമാധ്യമമായ എക്സിലൂടെ ഏവർക്കും നന്ദി അറിയിച്ചിരുന്നു. ബാങ്ക് ഓഫ് കാനഡയുടെയും ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടിന്റെയും തലവനായിരുന്ന കാർണിയുടെ രാഷ്ട്രീയത്തിലേക്കുള്ള ചുവടുവയ്പ് അമേരിക്കയുമായുള്ള വ്യാപാര സംഘർഷങ്ങൾ നിലനിൽക്കുന്ന സമയത്ത് എന്നത് ശ്രദ്ധേയമാണ്.
കാനഡ അമേരിക്കയുടെ ഭാഗമാണ് എന്നത് അസംബന്ധമെന്നും കാർണി കൂട്ടിച്ചേർത്തു. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കാനഡയ്ക്ക് മേൽ ഏർപ്പെടുത്തിയ താരിഫ് നിയന്ത്രണങ്ങൾ മറികടക്കുന്നതും പ്രധാനമാണ്. ന്യൂസ് ഡെസ്ക് അമൃത TV. കർണാടകയിൽ നിർമ്മാണ കരാറുകളിൽ മുസ്ലിം സംവരണം നടപ്പാക്കാനുള്ള വിചിത്ര ഉത്തരവുമായി സംസ്ഥാന സർക്കാർ. ഇത് സംബന്ധിച്ച നിയമ ഭേദഗതിക്ക് മന്ത്രിസഭ അംഗീകാരം നൽകി. 2 കോടി വരെയുള്ള സർക്കാർ നിർമ്മാണ കരാറുകൾ അനുവദിക്കുന്നതിൽ 4% മുസ്ലിം സംവരണമാണ് ഏർപ്പെടുത്തുക. നേരത്തെ 2 കോടി വരെയുള്ള സർക്കാർ നിർമ്മാണ കരാറുകളിൽ SC/ST സംവരണമുണ്ട്. സമാനമായ രീതിയിൽ മുസ്ലിം സമുദായത്തിലുള്ളവർക്കും ടെൻഡറുകളിൽ സംവരണം നൽകാനാണ് നിയമ ഭേദഗതി. സംവരണം നടപ്പാക്കുമെന്ന ബജറ്റിലാണ് ആദ്യം പ്രഖ്യാപിച്ചത്. തുടർന്ന് ഇന്നലെ മന്ത്രിസഭാ യോഗം ചേർന്ന് അംഗീകാരം നൽകുകയായിരുന്നു. സമുദായ പ്രീണനം ഉപയോഗിച്ച് ഭിന്നിപ്പിച്ച് ഭരിക്കാനുള്ള സിദ്ധരാമയ്യയുടെ നീക്കമാണിതെന്ന് BJP കുറ്റപ്പെടുത്തി. ഹിന്ദുവിരുദ്ധ നിലപാടുകൾ തുടരുന്ന സിദ്ധരാമയ്യയുടെ നീക്കം ഭരണഘടനാ വിരുദ്ധമെന്നും സംസ്ഥാന അധ്യക്ഷൻ വിജയേന്ദ്ര കുറ്റപ്പെടുത്തി. ഇതിനെതിരെ ഒരു ഓൺലൈൻ ക്യാമ്പയിനും BJP ആരംഭിച്ചിട്ടുണ്ട്. കളമശ്ശേരി പോളിടെക്നിക് കോളേജ് ഹോസ്റ്റലിൽ നിന്ന് കഞ്ചാവ് ശേഖരം പിടികൂടിയ സംഭവത്തിൽ 2 പൂർവ്വ വിദ്യാർത്ഥികൾ അറസ്റ്റിൽ. ഹോസ്റ്റലിൽ കഞ്ചാവ് എത്തിച്ച ആഷിഖ്, ഷാലിക് എന്നിവരെയാണ് പോലീസ് പിടികൂടിയത്. അതേസമയം ഹോളി ആഘോഷങ്ങളുടെ മറവിൽ ക്യാമ്പസിൽ ലഹരി ഇടപാട് നടക്കുമെന്ന സൂചന നൽകി കോളേജ് പ്രിൻസിപ്പൽ പോലീസിന് നൽകിയ കത്ത് പുറത്തുവന്നു. മാർച്ച് 12-നാണ് പ്രിൻസിപ്പാൾ കത്ത് നൽകിയത്. ഇതിന് പിന്നാലെയാണ് നിർണായകമായ പോലീസ് നീക്കം ഉണ്ടായത്. കഴിഞ്ഞ വർഷം പോളിടെക്നിക് കോളേജിൽ നിന്ന് പഠിച്ചിറങ്ങിയ മുഹമ്മദ് ആഷിഖ്, ഷാലിക് എന്നിവരാണ് അറസ്റ്റിലായിരിക്കുന്നത്. കോളേജിൽ നിന്ന് സെമസ്റ്റർ ഔട്ടായ വിദ്യാർത്ഥിയാണ് ആഷിഖ്. ഇരുവരെയും പോലീസ് വിശദമായി ചോദ്യം ചെയ്തു. ആഷിഖാണ് കോളേജ് ഹോസ്റ്റലിലേക്ക് കഞ്ചാവ് എത്തിച്ചതെന്ന് പോലീസ് വ്യക്തമാക്കി. നിലവിൽ റിമാൻഡിൽ കഴിയുന്ന ആകാശും ഇത് സംബന്ധിച്ച് മൊഴി നൽകിയിട്ടുണ്ട്. കോളേജിന് പുറത്തുള്ള ലഹരി മാഫിയയിലേക്കുള്ള നിർണായക ലിങ്കാണ് ഈ 2 പേരും. പ്രതികൾ മറ്റു കോളേജുകളിലും സമാനമായ ഇടപാടുകൾ നടത്തിയിട്ടുണ്ടോ എന്നും പോലീസ് അന്വേഷിക്കുകയാണ്. കോളേജിൽ നിന്നുള്ള ഡിമാൻഡ് കാരണമാണ് കഞ്ചാവ് എത്തിച്ചതെന്നാണ് പൂർവ്വ വിദ്യാർത്ഥികളായ പ്രതികളുടെ മൊഴി. മുഖ്യപ്രതി ആകാശിന്റെ മുറിയിലെ താമസക്കാരായ ആദിലിനും അനന്തുവിനും സംഭവത്തിൽ പങ്കുണ്ടോ എന്ന കാര്യത്തിൽ തെളിവില്ല. എന്നാൽ ഇക്കാര്യത്തിൽ കൂടുതൽ അന്വേഷണം വേണമെന്ന് SP പറഞ്ഞു. ഇപ്പോൾ ഈ കാര്യങ്ങളിൽ കൂടുതൽ കാര്യങ്ങൾ വെളിപ്പെടുത്തുന്നത് ശരിയാണെന്ന് തോന്നുന്നില്ല. കാരണം വിദ്യാർത്ഥികൾ ഉൾപ്പെട്ട ഒരു കേസാണ്. അപ്പോൾ പൂർണ്ണമായും ഇതിൽ ഇൻവോൾവ്ഡ് ആയിട്ടുള്ള ആളുകൾ മാത്രമേ നമ്മൾ ഇതിനകത്ത് കൊണ്ടുവരുള്ളൂ, തെളിവുകളുടെ അടിസ്ഥാനത്തിൽ. 500 രൂപയുടെ കഞ്ചാവ് മുൻകൂറായി പണം നൽകിയാൽ ഓഫറിൽ ലഭിക്കുമെന്നും പ്രതികളുടെ മൊഴിയുണ്ട്. അതേസമയം ഹോളി ആഘോഷങ്ങളുടെ മറവിൽ ക്യാമ്പസിൽ ലഹരി ഇടപാട് നടക്കുമെന്ന സൂചന നൽകി പോളിടെക്നിക് കോളേജ് പ്രിൻസിപ്പൽ പോലീസിന് കത്ത് നൽകിയിരുന്നു. മാർച്ച് 12 നൽകിയ കത്ത് പുറത്തുവന്നു. ലഹരിക്കായി ക്യാമ്പസിൽ പണപ്പിരിവ് നടക്കുന്ന വിവരവും കത്തിലൂടെ പ്രിൻസിപ്പൽ അറിയിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് പോലീസ് നിർണായക നീക്കം നടത്തിയത്. അമൃത ന്യൂസ്, കൊച്ചി. കളമശ്ശേരി ലഹരി വേട്ടയിൽ പ്രതികരണവുമായി നേതാക്കൾ. ലഹരിക്കേസ് പിടികൂടുന്നതിൽ വിട്ടുവീഴ്ചയില്ലെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ്. സർക്കാരിനെ രൂക്ഷമായി വിമർശിച്ച് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. SFI കേരളത്തിലെ മാരക വൈറസ് എന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രനും പ്രതികരിച്ചു. ലഹരി ഇല്ലാതാക്കലാണോ SFI ഇല്ലാതാക്കലാണോ അവരുടെ മുഖ്യ അജണ്ട? ഞങ്ങൾക്കൊറ്റ അജണ്ടയുള്ളൂ, എല്ലാവരും ഒന്നിച്ചു വെക്കണം. ലഹരി ഇല്ലാതാക്കണം. ഇതിൻ്റെ സ്രോതസ്സ്, അതുപോലത്തെ ഇതിൻ്റെ ഏജൻറ്റുകൾ, ഇതിനെതിരെയൊക്കെ കർക്കശ നിലപാട് ഇപ്പോൾ സർക്കാർ സ്വീകരിക്കുന്ന പോലെ കർക്കശ നിലപാട് സ്വീകരിച്ച് മുന്നോട്ട് പോകണം. നമ്മളെല്ലാവരും ഒന്നിക്കണം. ഇതിൻ്റെ പേരിൽ കോൺഗ്രസ്സാണ് കേരളത്തിലെ ലഹരി ഏജൻറ്റുമാരെന്ന് പറയാനോ അല്ലെങ്കിൽ ഏതെങ്കിലും യുവജന വിദ്യാർത്ഥി സംഘടനയാണോ ഈ ലഹരിയുടെ ഹോൾസെയിൽ ഏജൻറ്റുമാരെന്ന് പറയാനല്ല ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. അതല്ല ഞങ്ങളുടെ ലക്ഷ്യം. എല്ലാവരും ഒന്നിക്കണം. ഇതൊരു സാമൂഹിക പ്രശ്നമാണ്. എല്ലാവരും ഒന്നിച്ചു പോകണം. UDF യോഗം കൂടി തീരുമാനിച്ചിട്ടാണ് ഇതിൻ്റെ വിതരണം നടത്തുന്നത്. അല്ലെങ്കിൽ UDF ആണ് ഇതിൻ്റെ ഏജൻറ്റുമാർ എന്ന് ഞാൻ പറയുകയാണെങ്കിൽ എത്ര അപക്വമാണ്. അല്ല, ഞങ്ങൾ രാഷ്ട്രീയവൽക്കരിക്കും. കാരണം ഞങ്ങളുടെ ഒരു ആരോപണം നേരത്തെ ഉണ്ട്. ഞാൻ നിയമസഭയിൽ ആദ്യമായിട്ട് ഉപയോഗിച്ചൊരു വാക്കാണ് പൊളിറ്റിക്കൽ പേട്രണേജ്. രാഷ്ട്രീയ രക്ഷാകർതൃത്വം ഉണ്ട് ഈ സംഭവങ്ങൾക്ക്. അതുകൊണ്ടാണ് കേരളത്തിൽ ഇത് വ്യാപകമാകുന്നത്. ഞങ്ങൾക്ക് പൊളിറ്റിക്കൽ പേട്രണേജ് കൊടുക്കാൻ പറ്റുമോ? പൊളിറ്റിക്കൽ പേട്രണേജ് അധികാരത്തിൽ ഇരിക്കുന്നവരാണ് കൊടുക്കുന്നത്. അത് നേതൃത്വം അറിഞ്ഞുകൊണ്ടാണോ? ആലപ്പുഴ, കൊല്ലം ജില്ലകളിൽ പിടിച്ച കേസുകൾ നിങ്ങളൊന്ന് അന്വേഷിക്കുക. ആരായിരുന്നു അതിൻ്റെ പുറയിൽ? ഒരു ലോഡ് പിടിച്ചല്ല. ആരായിരുന്നു അതിൻ്റെ പുറയിൽ? നിങ്ങൾ അന്വേഷിക്കുക. കംപ്ലീറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ അന്വേഷിക്കുക. ഒരു പൊളിറ്റിക്കൽ പേട്രണേജ് കൊടുക്കുന്നുണ്ട്. യുവജന വിദ്യാർത്ഥി സംഘടനകൾക്ക് അതുമായിട്ട് ബന്ധമുണ്ട്. അവരതിൽ നിന്ന് മാറ്റണം. മുതിർന്ന നേതൃത്വം പറഞ്ഞ് ഇത് കേരളത്തിന് അപകടമാണ്, ഇത് ചെയ്യരുത് എന്ന് പറഞ്ഞ് മാറ്റണം. SFI
കേരള സമൂഹത്തിലെ ഒരു മാരകമായ വൈറസാണ്. കേരളത്തെ നശിപ്പിക്കാൻ കച്ചകെട്ടി ഇറങ്ങിയിരിക്കുന്ന ഒരു മാരക വൈറസാണ് SFI. കേരളത്തിൽ ലഹരി പടർത്തുന്നത് SFIയും DYFIയും SDPIയുമാണ്. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു 4 മയക്കുമരുന്നുകാരെ പിടിച്ചാൽ 2 പേര് SFIയോ DYFIയോ 2 പേര് SDPI. അതുകൊണ്ട് SFI എന്ന് പറയുന്ന ഒരു വിദ്യാർത്ഥി സംഘടനയ്ക്ക് കേരളത്തിലെ ക്യാമ്പസുകളിൽ പ്രവർത്തിക്കാനുള്ള ഒരു അവകാശവുമില്ല. SFI പിരിച്ചുവിടുന്നതായിരിക്കും CPMന്റെ കേരളത്തിലെ ഭാവിക്ക് നല്ലത്. ലഹരിക്കണ്ണികളെ പിന്തുടർന്ന് പിടികൂടി വയനാട് പോലീസ്. നൈജീരിയൻ സ്വദേശിയായ ചിക്ക അബാജുവോ, ത്രിപുര അഗാർത്തല സ്വദേശി സന്ദീപ് മാലിക് എന്നിവരെയാണ് ബത്തേരി പോലീസും ലഹരി വിരുദ്ധ സ്ക്വാഡും ചേർന്ന് പിടികൂടിയത്. ഇരുവരും ബാംഗ്ലൂരിലെ മൊത്ത വ്യാപാര സംഘത്തിൽപ്പെട്ടവരാണ്. ബംഗളൂരുവിൽ ഇവർ താമസിക്കുന്ന ഫ്ളാറ്റിൽ നിന്നാണ് പിടികൂടിയത്. കൂട്ടുപ്രതിയായിരുന്ന ടാൻസാനിയൻ സ്വദേശി പ്രിൻസ് സാംസൺ ബംഗളൂരുവിൽ നിന്ന് കഴിഞ്ഞ ദിവസം പിടിയിലായിരുന്നു. ഇതോടെ ഈ കേസിൽ പിടിയിലായവരുടെ എണ്ണം 4 ഇവരെ ബംഗളൂരുവിലെ ഗവൺമെന്റ് കോളേജിൽ BCA വിദ്യാർത്ഥികളാണ്. കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി ഇവർ സംസ്ഥാനത്തേക്ക് MDMA ഉൾപ്പെടെയുള്ള ലഹരി വസ്തുക്കൾ കടത്തിവരികയായിരുന്നു. ഇതിന്റെ ഭാഗമായി ഒരുപാട് പണമിടപാടുകളും നടത്തിയിട്ടുണ്ട്. മുത്തങ്ങ ചെക്ക് പോസ്റ്റിൽ നടത്തിയ വാഹന പരിശോധനയിൽ ബൈക്കിൽ 93.84 ഗ്രാം MDMAയുമായി മലപ്പുറം ചെറുമുക്ക് സ്വദേശി ഷഫീഖ് പിടിയിലായ സംഭവത്തിൽ അന്വേഷണം നടത്തുന്നതിനിടയിലാണ് ഇവരെല്ലാം വലയിലായത്. തൃശൂർ കയ്പമംഗലത്ത് 1.5 കിലോയോളം കഞ്ചാവുമായി ബീഹാർ സ്വദേശികളായ തൊഴിലാളികൾ അറസ്റ്റിൽ. ബാസിഹ ഷെയ്ഖ് നയീം, മുഹമ്മദ് ഗൗരാഖ് എന്നിവരാണ് കയ്പമംഗലം പോലീസ് പിടികൂടിയത്. ഇവർ കുടുംബമായി താമസിച്ചിരുന്ന പെരുമംഗലത്ത് നിന്നുള്ള വീട്ടിൽ നിന്ന് 1.5 കിലോ കഞ്ചാവ് പോലീസ് കണ്ടെടുത്തു. ചെറിയ പാക്കറ്റുകളിലായി വിതരണത്തിന് തയ്യാറാക്കിയ നിലയിലായിരുന്നു കഞ്ചാവ്. രഹസ്യ വിവരത്തെ തുടർന്ന് ഒരാഴ്ചയോളമായി സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ നിരീക്ഷണത്തിലായിരുന്നു ഇവർ. തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി B കൃഷ്ണകുമാറിന്റെ നിർദ്ദേശപ്രകാരം നടത്തിയ പരിശോധനയിലാണ് പ്രതികൾ പിടിയിലായത്. കോഴിക്കോട് ലഹരിമരുന്ന് കേസിൽ അറസ്റ്റിലായ 2 പൗരന്മാരിൽ ഒരാൾ ടാൻസാനിയയിലെ ജഡ്ജിയുടെ മകൻ. ലവ്ലി പ്രൊഫഷണൽ യൂണിവേഴ്സിറ്റിയിലെ കമ്പ്യൂട്ടർ സയൻസ് വിദ്യാർത്ഥിയായ 22-കാരൻ ഡേവിഡ് എൻഡമിയെയും 21-കാരിയായ BBA വിദ്യാർത്ഥി അറ്റ്ക ഹരുണിയെയും ഹരിയാനയിൽ വെച്ചാണ് കുന്നമംഗലം പോലീസ് പിടികൂടിയത്. കേരളത്തിൽ നിന്നും പ്രതികളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് പണം എത്തിയിട്ടുണ്ട് എന്ന് പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തി. പ്രതികൾ കേരളത്തിലേക്ക് ലഹരി എത്തിക്കുന്ന പ്രധാനികളാണ്. പണം അയച്ചവരെക്കുറിച്ച് അന്വേഷണം പോലീസ് ആരംഭിച്ചു. നോയിഡയിൽ നിന്നും വിവരങ്ങൾ ശേഖരിക്കുമെന്നും അന്വേഷണ സംഘം അറിയിച്ചു. കുവൈറ്റ് പൗരന്മാരുടെ കടങ്ങൾ തീർക്കുന്നതിന് ക്യാമ്പയിൻ ആരംഭിച്ച് സാമൂഹ്യകാര്യ മന്ത്രാലയം. ക്യാമ്പയിൻ അടുത്ത മാസം 14-ാം തീയതി വരെ നീണ്ടുനിൽക്കും. രാജ്യത്തെ ചാരിറ്റി സംഘടനകളുമായി സഹകരിച്ച് മന്ത്രാലയത്തിന്റെ നേരിട്ടുള്ള മേൽനോട്ടത്തിലാണ് പദ്ധതി. പരമാവധി 20,000 ദിനാർ വരെയാണ് സഹായം. ക്രിമിനൽ റെക്കോർഡില്ലാത്ത സാമ്പത്തിക ബാധ്യതകളുള്ള പൗരന്മാർക്കാണ് പരിഗണന. കടം തിരിച്ചടയ്ക്കാൻ കഴിയാത്തതിന്റെ ഔദ്യോഗിക രേഖകൾ ഹാജരാക്കണമെന്നും അധികൃതർ അറിയിച്ചു. നിയമ നടപടികൾക്ക് വിധേയരായവർക്ക് നീതിന്യായ മന്ത്രാലയത്തിന്റെ സിവിൽ എൻഫോഴ്സ്മെന്റ് വഴിയാണ് പണം നൽകുക. കുവൈറ്റിൽ ഈദുൽ ഫിത്തറിന് മുന്നോടിയായി പുതിയ കറൻസിക്കായുള്ള ഉപഭോക്താക്കളുടെ ആവശ്യം നിറവേറ്റുന്നതിനായി വിവിധ മൂല്യങ്ങളിലുള്ള പുതിയ കുവൈറ്റ് കറൻസി നോട്ടുകൾ എല്ലാ പ്രാദേശിക ബാങ്കുകൾക്കും നൽകുന്ന നടപടി പൂർത്തിയാക്കിയതായി കുവൈറ്റ് സെൻട്രൽ ബാങ്ക്. എല്ലാ മൂല്യങ്ങളിലുമുള്ള പുതിയ കുവൈറ്റ് കറൻസി നോട്ടുകൾ ആവശ്യമുള്ളവർ ഔദ്യോഗിക പ്രവൃത്തി സമയങ്ങളിൽ അവരുടെ ബാങ്ക് ശാഖകൾ സന്ദർശിക്കണമെന്ന് സെൻട്രൽ ബാങ്ക് നിർദ്ദേശിച്ചു. പണമിടപാട് സേവനം നൽകുന്ന നിയുക്ത ശാഖകളുടെ സ്ഥലങ്ങളും പുതിയ കറൻസി നോട്ടുകൾ ലഭിക്കുന്നതിന് ബാങ്കുകൾ ഉപഭോക്താക്കൾക്ക് നൽകുന്ന മറ്റ് രീതികളും കുവൈറ്റ് ബാങ്കുകൾ അറിയിക്കും. കുവൈറ്റിൽ ഈദുൽ ഫിത്തർ 2025 മാർച്ച് 30 ഞായറാഴ്ചയായിരിക്കുമെന്ന് രാജ്യത്തെ അൽ അജാരി സയന്റിഫിക് സെന്റർ. തങ്ങളുടെ വിദഗ്ധർ നടത്തിയ കൃത്യമായ ജ്യോതിശാസ്ത്ര കണക്കുകൂട്ടലുകളുടെ അടിസ്ഥാനത്തിലാണ് ഈ പ്രഖ്യാപനമെന്ന് ബന്ധപ്പെട്ടവർ അറിയിച്ചു. ശനിയാഴ്ച ഉച്ചയ്ക്ക് 1:57 ചന്ദ്രൻ പിറവിയെടുക്കുമെന്നും എന്നാൽ കുവൈറ്റിലും സൗദി അറേബ്യയിലും ആകാശത്ത് 8 മിനിറ്റ് മാത്രമേ ചന്ദ്രൻ ദൃശ്യമാകൂ എന്നും അവർ സൂചിപ്പിച്ചു. ശവാൽ മാസം ആരംഭിക്കുന്നതിനുള്ള ഔദ്യോഗിക തീരുമാനം ശരിയ അതോറിറ്റിയുടേതായിരിക്കുമെന്നും അവർ കൂട്ടിച്ചേർത്തു. സൗദിയിൽ ഗാർഹിക തൊഴിലാളി റിക്രൂട്ട്മെന്റ് മേഖലയിൽ പ്രവർത്തിക്കുന്ന ഓഫീസുകളുടെ പദവി ശരിയാക്കാൻ 2 വർഷത്തെ സാവകാശം അനുവദിക്കാൻ സൗദി മാനവശേഷി അധികൃതർ ഉത്തരവിട്ടു. പദവി ശരിയാക്കുന്നതുവരെ റിക്രൂട്ട്മെന്റ് ഓഫീസുകൾക്ക് പ്രവർത്തനം തുടരാവുന്നതാണ്. 2 വർഷത്തിനുള്ളിൽ റിക്രൂട്ട്മെന്റ് ഓഫീസുകൾ വ്യവസ്ഥകൾക്കനുസൃതമായി കമ്പനികളാക്കി
പരിവർത്തിപ്പിക്കണം. 50 ലക്ഷം റിയാൽ മൂലധനത്തോടുള്ള ചെറുകിട റിക്രൂട്ട്മെന്റ് കമ്പനിയാക്കി പരിവർത്തിപ്പിക്കുന്ന റിക്രൂട്ട്മെന്റ് ഓഫീസുകൾക്ക് മൂലധനത്തിന്റെ പകുതി 2 ഗഡുക്കളായി ഡെപ്പോസിറ്റ് ചെയ്യാൻ അവസരം നൽകാനും ഉത്തരവിട്ടിട്ടുണ്ട്. ജിദ്ദ KMCC സെൻട്രൽ കമ്മിറ്റി മെഗാ ഇഫ്താർ സംഘടിപ്പിച്ചു. ആയിരക്കണക്കിന് പ്രവാസികൾ പങ്കെടുത്ത ഇഫ്താർ സംഗമത്തിൽ നാശം വിതയ്ക്കുന്ന വിഷമാണ് ലഹരി എന്ന തലക്കെട്ടിൽ ലഹരി വിരുദ്ധ പ്രതിജ്ഞയും സംഘടിപ്പിച്ചു. പാണക്കാട് സയ്യിദ് ബഷീറിലെ ശിഹാബ് തങ്ങൾ, പ്രമുഖ പണ്ഡിതൻ കുട്ടി ഹസൻ ധാരിമി തുടങ്ങിയവർ പങ്കെടുത്തു. ജിദ്ദയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി ആയിരക്കണക്കിന് പ്രവാസികൾ പങ്കെടുത്ത ജിദ്ദ KMCC സെൻട്രൽ കമ്മിറ്റി സംഘടിപ്പിച്ച മെഗാ ഇഫ്താർ ജിദ്ദയിൽ നടന്ന ഏറ്റവും വലിയ ഇഫ്താറുകളിൽ ഒന്നായിരുന്നു. ഇഫ്താർ സംഗമത്തിൽ നാശം വിതക്കുന്ന വിഷമാണ് ലഹരി എന്ന തലക്കെട്ടിൽ സംഘടിപ്പിച്ച ലഹരി വിരുദ്ധ ക്യാമ്പയിൻ പാണക്കാട് സയ്യിദ് ബഷീർ അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്തു. പ്രവാസ ലോകം കണ്ട ഏറ്റവും വലിയ ജനപങ്കാളിത്തമുള്ള ലഹരി വിരുദ്ധ പ്രതിജ്ഞ KMCC പ്രസിഡന്റ് അബൂബക്കർ അരീംബ്ര ചൊല്ലിക്കൊടുത്തു. പ്രവാസ ലോകത്തും നാട്ടിലും ലഹരി വിരുദ്ധ തുടർ പ്രവർത്തനങ്ങളുമായി മുന്നോട്ടു പോകുമെന്ന് അബൂബക്കർ അരീംബ്ര പറഞ്ഞു. മഹാഭൂരിപക്ഷം പ്രവാസികളുടെയും കുടുംബവും കുട്ടികളും നാട്ടിലാണ്. അപ്പൊ അവരുടെയൊക്കെ ഭാവിയും അവരുടെ ജീവിതവുമൊക്കെ അവതാളത്തിലാവുന്ന ജീവിതം തന്നെ മനുഷ്യ ജീവിതത്തിന്റെ താളം തെറ്റിക്കുന്ന രീതിയിലുള്ള ലഹരി മാഫിയയുടെ വ്യാപകമായ ലഹരി വിതരണം വലിയ അപകടമാകുമ്പോൾ ഇവിടെ പ്രവാസ ലോകം ഒന്നടങ്കം ഈ ആശങ്ക പങ്കുവെക്കുന്നത് നമ്മുടെ ഗവൺമെന്റ് നിസ്സംഗത വെടിഞ്ഞുകൊണ്ട് നമ്മുടെ പോലീസ് മേധാവികൾ ശക്തമായ ഇടപെടൽ നടത്തിക്കൊണ്ട് ലഹരി മാഫിയക്കെതിരെ ശക്തമായ നിയമ നടപടി വേണം എന്നതാണ്. ഗ്ലോബൽ KMCC പ്രസിഡന്റ് KP മുഹമ്മദ് കുട്ടി, ജിദ്ദ KMCC ജനറൽ സെക്രട്ടറി BP മുസ്തഫ എന്നിവർ ലഹരി വിരുദ്ധ തുടർ പ്രവർത്തനങ്ങളുടെ പ്രാധാന്യം ചൂണ്ടിക്കാട്ടി. വേൾഡ് KMCCയും ഈ രംഗത്ത് ശ്രദ്ധേയമായ കാഴ്ചവെപ്പുമായി കേരളത്തിലെ എല്ലാ പ്രവാസി മേഖലകളിലും എല്ലാ പഞ്ചായത്ത് മുനിസിപ്പൽ കോർപ്പറേഷൻ തലങ്ങളിലും ഇതിന് ശക്തമായി പ്രചരണം ആരംഭിക്കുകയാണ്. ലഹരി വിരുദ്ധ പ്രതിജ്ഞ ചെയ്തുകൊണ്ട് ഇന്ന് പ്രവാസ ലോകത്ത് നിന്ന് ഒരു സന്ദേശം കൊടുത്തിരിക്കുകയാണ്. ഇഫ്താർ സംഗമത്തിൽ വ്യവസായ പ്രമുഖരും മതരാഷ്ട്രീയ സാമൂഹിക മാധ്യമ പ്രവർത്തകരും പങ്കെടുത്തു. സുൽഫീഖ് റോദായി, അമൃത ന്യൂസ്, ജിദ്ദ. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ രോഗികളുടെ പരിശോധനാ സാമ്പിളുകൾ കാണാതായ സംഭവത്തിൽ നടപടിയെടുത്ത അധികൃതർ. ഹൗസ് കീപ്പിംഗ് വിഭാഗം ജീവനക്കാരൻ അജയ്കുമാറിനെ സസ്പെൻഡ് ചെയ്തു. പാത്തോളജി ലാബിലേക്ക് അയച്ച 17 രോഗികളുടെ പരിശോധനാ സാമ്പിളുകളാണ് കാണാതായത്. പിന്നീട് ഇവ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തി. സംഭവത്തിൽ ആക്രി കച്ചവടം നടത്തുന്ന ഒരാളെ കസ്റ്റഡിയിലെടുത്തു. രാവിലെ 11 മണിയോടെ മെഡിക്കൽ കോളേജിലെ പതോളജി ലാബിലേക്ക് 4 ഓപ്പറേഷൻ തിയേറ്ററുകളിൽ നിന്നും എത്തിച്ച 17 രോഗികളുടെ പരിശോധനാ സാമ്പിളുകളാണ് കാണാതായത്. മൈക്രോബയോളജി ലാബിലേക്കും പതോളജി ലാബിലേക്കും ഒന്നിച്ച് ആംബുലൻസിലാണ് സാമ്പിളുകൾ എത്തിക്കുന്നത്. പതോളജി ലാബിലേക്കുള്ള സാമ്പിളുകൾ ഇവിടെയുള്ള സ്റ്റെയർ കേസിന് സമീപം ഇറക്കി വെച്ച ശേഷം ജീവനക്കാരൻ മൈക്രോബയോളജി ലാബിലേക്ക് പോയി വന്നപ്പോൾ സാമ്പിളുകൾ അടങ്ങിയ ബോക്സ് നഷ്ടപ്പെട്ടതായി പതോളജി വിഭാഗം മേധാവിയെ അറിയിക്കുകയായിരുന്നു. 2 ഡിപ്പാർട്ട്മെന്റിലേക്കുള്ള സ്പെസിമെൻസ് ആണ്, സാമ്പിൾസ് ആണ് ഒരുമിച്ച് കൊണ്ടുവന്നത്. തിരിച്ചു വന്ന് ഒരു 10 മിനിറ്റ് തിരിച്ചു വന്നപ്പോൾ അത് കണ്ടില്ല എന്ന് പറഞ്ഞു. അത് നമുക്കുള്ള സ്പെസിമെൻ ആയതുകൊണ്ട് മാത്രമേ ഞാൻ ഇൻവോൾവ് ആയുള്ളൂ. കാരണം നമ്മൾ റിസീവ് ചെയ്തിട്ടില്ല. റിസീവ് ചെയ്താലേ വി ആർ റെസ്പോൺസിബിൾ ഫോർ. അത് മെഡിക്കൽ ഹോസ്പിറ്റലിൽ 4 തിയേറ്ററിൽ നിന്ന് കളക്ട് ചെയ്ത് കൊണ്ടുവരുന്നതാണ്. അങ്ങനെയാണ് സാധാരണ കൊണ്ടുവരുന്നത്. ഇവിടെ അകത്താണ് കൊണ്ടുവരേണ്ടത്. അകത്ത് കൊണ്ടുവന്നാലേ പറ്റുള്ളൂ. പിന്നീട് നടത്തിയ പരിശോധനയിലാണ് സാമ്പിളുകൾ പ്രിൻസിപ്പൽ ഓഫീസിന് സമീപം ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തിയത്. പോലീസ് നടത്തിയ അന്വേഷണത്തിൽ സാമ്പിളുകൾ എടുത്തുകൊണ്ടുപോയ ആക്രി കച്ചവടക്കാരനെ കണ്ടെത്തി. ബോക്സിലുണ്ടായിരുന്ന ഫയലുകൾ ഉപേക്ഷിച്ചതാകാമെന്ന് കരുതി എടുത്തുകൊണ്ടുപോയതാണെന്നും സ്പെസിമെനുകളാണെന്ന് തിരിച്ചറിഞ്ഞതോടെ ഉപേക്ഷിക്കുകയായിരുന്നുവെന്നും ഇയാൾ മൊഴി നൽകി. മെഡിക്കൽ കോളേജ് പോലീസ് ഇയാളെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. മെഡിക്കൽ കോളേജ് ജീവനക്കാരുടെ ഭാഗത്തു നിന്നുമുണ്ടായ ഗുരുതരമായ അനാസ്ഥയാണ് സാമ്പിളുകൾ നഷ്ടപ്പെടുന്നതിലേക്ക് നയിച്ചത്. പതോളജി ലാബിലേക്ക് റോഡുണ്ടെന്നിരിക്കെ ഇതുവഴി നേരിട്ടെത്തിക്കാതെ സ്റ്റെയർ കേസ് വഴി താഴേക്ക് എത്തിക്കുകയായിരുന്നു മെഡിക്കൽ കോളേജിലെ രീതി. ഇതാണ് സാമ്പിളുകൾ നഷ്ടപ്പെടാൻ ഇടയാക്കിയത്. അതീവ സുരക്ഷിതമായി കൈകാര്യം ചെയ്യേണ്ട സാമ്പിളുകളാണ് ഇവിടെ ജീവനക്കാർ അലക്ഷ്യമായി കൈകാര്യം ചെയ്തത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. സെക്രട്ടേറിയറ്റ് പടിക്കൽ സമരം ചെയ്യുന്നവരെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടാൻ നീക്കമെന്ന് ആശാവർക്കർമാർ. നിലവിൽ ഉന്നയിച്ച ആവശ്യങ്ങളിൽ സർക്കാർ വീണ്ടും ചർച്ചയ്ക്ക് വിളിക്കുമെന്ന് തന്നെയാണ് സമരക്കാരുടെ പ്രതീക്ഷ. മറ്റന്നാളാണ് ആശമാരുടെ സെക്രട്ടേറിയറ്റ് ഉപരോധം. അതിനിടെ ആശമാരുടെ സമരം അനാവശ്യമെന്ന് EP ജയരാജൻ ആവർത്തിച്ചു. 34-ാം ദിനത്തിലും ആശമാർ ഒരിഞ്ച് പിന്നോട്ടില്ല.
സമരം കടുപ്പിക്കാൻ തന്നെയാണ് ഇവരുടെ തീരുമാനം. മറ്റന്നാളാണ് സെക്രട്ടേറിയറ്റ് ഉപരോധം. ഉപരോധത്തിലേക്ക് വിവിധ ജില്ലകളിൽ നിന്ന് ആശമാർ എത്താതിരിക്കാൻ CITUവിന്റെ ഭീഷണി നിലനിൽക്കുന്നുവെന്നും ആശാവർക്കർമാർ ആരോപിക്കുന്നു. ഭരണാനുകൂല സംഘടനയും സർക്കാരിൻ്റെയും ഭീഷണിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിനെല്ലാം അതിജീവിച്ച് ആശാവർക്കർമാർ ഇവിടെ എത്തിച്ചേരും എന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. നിലവിൽ ജോലി ഭീഷണി കൂടി ഇവർ നേരിടുന്നുണ്ട്. സമരത്തിൽ നിന്ന് പിന്മാറിയില്ലെങ്കിൽ ജോലിയിൽ നിന്ന് പിരിച്ചുവിടുമെന്ന് പ്രാദേശിക CPM നേതാക്കളെ ഉപയോഗിച്ച് ഭീഷണിപ്പെടുത്തുകയാണെന്നും സമരമിരിക്കുന്ന ആശാവർക്കർമാർ. പുതിയവരുടെ റിക്രൂട്ട്മെന്റ് ഉണ്ട്, അങ്ങനെ തരത്തിലുള്ള പല ഭാഗങ്ങളിലേക്ക് നീങ്ങുന്നുണ്ടോ? അങ്ങനെ തുടക്കം മുതൽ തന്നെ അങ്ങനെ പറയുന്നുണ്ട്. ഓരോ ദിവസവും അന്ത്യശാസനം കൊടുക്കും, അതിനുള്ളൊരു ശ്രമം നടക്കുന്നുണ്ട്. കുറച്ച് പേർക്ക് അതിന് അവർക്ക് പരിശീലനമൊക്കെ നൽകുന്നുണ്ടെന്നാണ് അറിഞ്ഞത്. ഇതിനിടെ ആശമാരുടെ സമരം അനാവശ്യമെന്ന് EP ജയരാജൻ ആവർത്തിച്ചു. ചിലരുടെ തലയിലുദിച്ച രാഷ്ട്രീയ ബുദ്ധിയാണിതെന്നും EP ജയരാജൻ. സമരത്തിന് ഞങ്ങൾ എതിരൊന്നുമല്ല, പക്ഷെ അനാവശ്യവും ആവശ്യമില്ലാത്ത സമയത്ത് നടത്തിയ ഈ സമരം രാഷ്ട്രീയ ലക്ഷ്യത്തോടു കൂടി ചിലരുടെ ബുദ്ധിയിൽ നിന്ന് ഉദിച്ചു വന്നതാണ്. ആദ്യം ഇതിന് കാശൊന്നും കൊടുത്തിരുന്നില്ല, സന്നദ്ധരായ ആളുകൾ നിശ്ചയിച്ചു. പിന്നെയാണ് അവർക്കൊരു 600 രൂപ കൊടുത്തത്. പിന്നെ അത് ഉമ്മൻചാണ്ടിയുടെ കാലത്ത് 1000 ആക്കി. ഇടതുപക്ഷ ഗവൺമെൻറ്റാണ് വർദ്ധിപ്പിച്ച് ഇപ്പോൾ കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകളുടെ എല്ലാം വീതം കൂടി ഒരു 13,500 രൂപയിലെത്തി. അതേസമയം സമരം ചെയ്യുന്ന ആശാപ്രവർത്തകയ്ക്ക് കേരള ബാങ്ക് ജപ്തി നോട്ടീസ് അയച്ചു. പാലോട് സ്വദേശി അനിതാകുമാരിക്കാണ് വീട് 7 ദിവസത്തിനകം ജപ്തി ചെയ്യുമെന്ന് കാണിച്ച് ബാങ്ക് നോട്ടീസ് കൈമാറിയത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. കയ്യേറ്റങ്ങൾക്കെതിരായ ഏറ്റവും പ്രധാനപ്പെട്ട നടപടിയാണ് ചൊക്രമുടിയിലേതെന്ന് മന്ത്രി കെ രാജൻ. കളക്ടർ നൽകിയ റിപ്പോർട്ട് അനുസരിച്ച് സമീപകാലത്ത് അനുവദിച്ച പട്ടയങ്ങൾ ഉപയോഗിച്ചല്ല കയ്യേറ്റം നടന്നത്. ഒരു കയ്യേറ്റക്കാരനെയും സംരക്ഷിക്കാൻ സർക്കാരിന് താൽപ്പര്യമില്ല. വ്യാജ പട്ടയം നിർമ്മിച്ച് ഭൂമി കയ്യേറിയവർക്കെതിരെ ക്രിമിനൽ നടപടി സ്വീകരിക്കാൻ ദേവികുളം സബ് കളക്ടർക്ക് നിർദ്ദേശം നൽകിയെന്നും മന്ത്രി പറഞ്ഞു. കടൽപ്പായൽ കൃഷിക്കാവശ്യമായ ഉപകരണങ്ങൾ വിതരണം ചെയ്ത് അമൃത വിശ്വവിദ്യാപീഠം. ബ്ലൂ ഈസ് ദി ന്യൂ പിങ്ക് എന്ന പേരിൽ അറിയപ്പെടുന്ന പദ്ധതിയുടെ ഭാഗമായി തീരദേശ ഗ്രാമങ്ങളിലെ സ്ത്രീകൾക്കാണ് കടൽപ്പായൽ കൃഷിക്കാവശ്യമായ സൗകര്യമൊരുക്കുന്നത്. അമൃത വിശ്വവിദ്യാപീഠം അമൃതപുരി ക്യാമ്പസിൽ പ്രവർത്തിക്കുന്ന അമ്മച്ചി ലാബ്സിന്റെ സെന്റർ ഫോർ വിമൻ എംപവർമെന്റ് ആൻഡ് ജെൻഡർ ഇക്വാലിറ്റിയുടെയും നേതൃത്വത്തിലാണ് തെരഞ്ഞെടുത്ത തീരദേശ ഗ്രാമങ്ങളിലെ വനിതകൾക്ക് കടൽപ്പായൽ കൃഷിക്കാവശ്യമായ ഉപകരണങ്ങൾ നൽകിയത്. തമിഴ്നാട് രാമനാഥപുരം ജില്ലയിലെ സാമ്പായ്, ഓലൈക്കുട, തിരുപ്പാലിക്കുടി, തൊണ്ടി, സോളിയക്കുടി എന്നീ 5 ഗ്രാമങ്ങളിലെ വനിതകൾക്കാണ് ഉപകരണങ്ങൾ കൈമാറിയത്. രാമനാഥപുരത്ത് നടന്ന ചടങ്ങ് CWE GE അസോസിയേറ്റ് ഡയറക്ടർ ശ്രീവിദ്യ ശേഷാദ്രി ഉദ്ഘാടനം ചെയ്തു. മത്സ്യബന്ധന വകുപ്പ് ഫീൽഡ് ഇൻസ്പെക്ടർ കാർത്തിക് രാജ്, അമൃത വിദ്യാലയ മാനേജർ ബ്രഹ്മചാരിണി ലക്ഷ്മി, പദ്ധതികളുടെ സോണൽ ലീഡ് ബ്രഹ്മചാരിണി അമൃത, ഫീൽഡ് കോർഡിനേറ്റർ തിരുമുരുകൻ, VR ഭാനു, അശ്വതി എന്നിവർ പങ്കെടുത്തു. പ്രമുഖ ഡിജിറ്റൽ ബ്രാൻഡായ ഓക്സിജൻ ഗ്രൂപ്പിന്റെ ബമ്പർ ലക്കി ഡ്രോ കോട്ടയത്ത് നടന്നു. 25 ഉപഭോക്താക്കൾക്കാണ് ലക്കി ഡ്രോയിലൂടെ കാറുകൾ സമ്മാനമായി ലഭിച്ചത്. സഹകരണ, തുറമുഖം, ദേവസ്വം വകുപ്പ് മന്ത്രി VN വാസവനും മറ്റ് മുഖ്യ അതിഥികളും ചേർന്ന് ഭാഗ്യശാലികളെ തിരഞ്ഞെടുത്തു. ഓണക്കാലം മുതൽ ഓക്സിജൻ ഗ്രൂപ്പിന്റെ വിവിധ ഷോറൂമുകളിൽ നിന്ന് ഉൽപ്പന്നങ്ങൾ വാങ്ങിയവരിൽ നിന്നാണ് ഭാഗ്യശാലികളെ തിരഞ്ഞെടുത്തത്. ലക്കി ഡ്രോ നേരിട്ട് കാണാൻ 100 കണക്കിന് ഉപഭോക്താക്കളും എത്തിയിരുന്നു. K. ഫ്രാൻസിസ് ജോർജ് MP, തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA, ഓക്സിജൻ CEO ഷിജോ K. തോമസ് തുടങ്ങിയവർ പങ്കെടുത്തു. വരും സീസണുകളിലും ആകർഷകമായ ഓഫറുകളും ലക്കി ഡ്രോകളും ഉപഭോക്താക്കളെ അവതരിപ്പിക്കുമെന്ന് ഓക്സിജൻ ഗ്രൂപ്പ് CEO ഷിജോ K. തോമസ് അറിയിച്ചു. IPL-ൽ രാജസ്ഥാൻ റോയൽസിന് ആശ്വാസം. കൈക്ക് പരിക്കേറ്റതിനെ തുടർന്ന് നടത്തിയ ശസ്ത്രക്രിയയ്ക്ക് ശേഷം നടത്തിയ ഫിറ്റ്നസ് ടെസ്റ്റിൽ മലയാളി സൂപ്പർ താരം സഞ്ജു സാംസൺ പാസ്സായി. ബാറ്റിംഗുമായി ബന്ധപ്പെട്ട ടെസ്റ്റുകളാണ് നടത്തിയത്. വിക്കറ്റ് കീപ്പറായ താരത്തിന് അതുമായി ബന്ധപ്പെട്ട ചില ടെസ്റ്റുകൾ കൂടി നടത്തേണ്ടതുണ്ട്. ഇതുകൂടി പാസ്സായാൽ മാത്രമേ താരത്തിന് IPL-ൽ ആദ്യ മത്സരം മുതൽ കളിക്കാൻ കഴിയുകയുള്ളൂ. ഇംഗ്ലണ്ടിനെതിരായ ടെസ്റ്റ് പരമ്പരയിലും രോഹിത് ശർമ്മ തന്നെ ഇന്ത്യൻ ടീമിനെ നയിക്കും. ചാമ്പ്യൻസ് ട്രോഫി നേടിയ ടീമിന്റെ ക്യാപ്റ്റനെ മാറ്റേണ്ടതില്ലെന്നാണ് സെലക്ടർമാരുടെയും BCCIയുടെയും തീരുമാനം. ഓസ്ട്രേലിയക്കെതിരായ ബോർഡർ ഗവാസ്കർ ട്രോഫിയിലെ മോശം പ്രകടനത്തെ തുടർന്ന് രോഹിത്തിനെ ടെസ്റ്റ് ടീം ക്യാപ്റ്റൻ സ്ഥാനത്ത് നിന്നും മാറ്റണമെന്ന ആവശ്യം ഉയർന്നിരുന്നു. എന്നാൽ അതിനുശേഷം നടന്ന ചാമ്പ്യൻസ് ട്രോഫിയിൽ ഒറ്റ മത്സരം പോലും തോൽക്കാതെയാണ് ഇന്ത്യ ചാമ്പ്യന്മാരായത്. ഇതോടെ മിഡിൽ ഈസ്റ്റ് വാർത്തകൾ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി അമൃത ന്യൂസ് യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. നമസ്കാരം.